കേരളത്തിൽ നിലവിളക്ക് കൊളുത്തൽ ഇടയ്ക്കിടയ്ക്ക് വിവാദമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ വീണ്ടും അതൊരു വിവാദമായിരിക്കുന്നു. കഴിഞ്ഞ മെയ് അവസാനത്തോട് കൂടിയിട്ട് പേരാമ്പ്രയിലുള്ള ഒരു വനിതാ മെസ്സിൻ്റെ തണൽ വനിതാ മെസ്സിൻ്റെ ഉദ്ഘാടനം ഫാത്തിമ തെഹ്ലിയ MLA നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഈ ഫാത്തിമ തെഹ്ലിയ നിലവിളക്ക് കൊളുത്തിയത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിസ്റ്റം അത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അത് വലിയ കാര്യമൊന്നുമല്ല, അത് ചെറിയ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ അത്ര ഇത് വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വയുടെ നേതാവായിട്ടുള്ള ശശികല അതിനെ പ്രശംസിച്ചിട്ടുണ്ട്. നാടിൻ്റെ എന്താ പറയുക അഭിപ്രായത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നാടിൻ്റെ പാരമ്പര്യം പിന്തുടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അതിനെ അഭിനന്ദിക്കേണ്ടായിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് 1968 മുതൽ കേരളത്തിൽ ഈ നിലവിളക്ക് കൊളുത്തൽ ഒരു ചർച്ചയായിട്ട് നിലനിൽക്കുന്നുണ്ട്. നിലവിളക്ക് കൊളുത്താതിരിക്കുക ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഏത് മതസ്ഥരായവർക്കും ഉണ്ട്. അത് ചെയ്യാതിരിക്കാം, വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്തിനാണ് അതൊരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ കേരളത്തിൽ അത് മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ ഒരു വിഷയം ഇത്ര വലിയ ചർച്ചയാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഇപ്പോൾ നിലവിളക്ക് കൊളുത്തിയാലും വിവാദം, കൊളുത്താഞ്ഞാലും വിവാദം എന്നുള്ളതാണ്. അബ്ദുറബ്ബ് നമുക്കറിയാം, മുൻ വിദ്യാഭ്യാസ മന്ത്രി വലിയ വിവാദമായി എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ആ നിലവിളക്ക് എടുത്തിട്ട് DYFIക്കാരും SFIക്കാരും ഒക്കെ തെരുവിൽ പ്രകടനം നടത്തി എന്നാണ് പറയുന്നത്. ഈ അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിഷയമാണ് എന്നുള്ള രീതിയിലാണ് വലിയ സൈദ്ധാന്തികനാണ്. CPM ഇപ്പോൾ സൈദ്ധാന്തികനാണ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിഷയമാണെന്ന്. ഇത് കുഞ്ഞിക്കണ്ണന് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞിക്കണ്ണനോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞാൽ ആള് കൊളുത്തുമോ നമുക്കറിയില്ല, അല്ലെ? പലരും ഇപ്പോൾ ഭക്തിഗാനം ചൊല്ലിയതിന്റെ പേരിൽ, ഒരു ചടങ്ങിൽ ഭക്തിഗാനം ചൊല്ലിയതിന്റെ പേരിൽ പിണറായി വിജയൻ എന്ന് പറയണ മുൻ മുഖ്യമന്ത്രി അവിടെ വളരെ ശോഭിച്ച് സംസാരിക്കേണ്ടായി. ഞാൻ വിളക്കൊളുത്താൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും വിളക്കൊളുത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള നിലവിളക്ക് കൊളുത്തണ്ട തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നിലവിളക്ക് കൊളുത്തണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യർക്കും അതിനുള്ള അവകാശം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ പൊതു പ്രവർത്തകരായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ ഉൾപ്പെടുന്നവർ, വിശ്വാസികൾ എന്ന് പറയണ്ട, മുസ്ലിം മതത്തിൽ ഉൾപ്പെടുന്നവർ അത് നിലവിളക്ക് കൊളുത്തിയാൽ പ്രശ്നം, കൊളുത്താഞ്ഞാൽ പ്രശ്നം, എന്തായാലും അത് ഇസ്ലാമോഫോബിയ എന്നുള്ള രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? 1968 തുടങ്ങി ഇപ്പോഴും ഈ 2026 ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട്, ഈ കാര്യത്തിൽ ധാരാളം പഠനം നടത്തിയതാണ് പാവു ടീമൊക്കെ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ഇസ്ലാമോഫോബിയുടെ ഒരു മാതൃകയായിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും എങ്ങനെയാണ് നിലവിളക്ക് വിവാദം കേരളീയ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഇസ്ലാമോഫോബിക് വ്യവഹാരങ്ങളുടെ ഭാഗം എങ്ങനെ അത് വികസിച്ചു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാവുന്ന ഒരു വിഷയമാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഒന്ന്, നിലവിളക്ക് കൊളുത്തുന്നത് ശരിയാണോ, നിലവിളക്ക് കൊളുത്തുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തെറ്റാണോ, ഇതാണ് ഒരു ചർച്ച. മറ്റൊന്ന്, ഈ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു വ്യക്തിപരമായ ഒരാളുടെ താല്പര്യമല്ലേ, അത് അയാളുടെ ഒരു ചോയ്സ് അല്ലേ, അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ടു തരം ചർച്ചകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ചകളിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നിലവിളക്ക് ശരിയാണോ, നിലവിളക്ക് കൊളുത്തുന്നത് തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിളക്ക് കൊളുത്തുന്ന ആളുകളും അതിനെ എതിർക്കുന്ന ആളുകളും തമ്മിലുള്ള അവർ തമ്മിലുള്ളൊരു ബന്ധത്തെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വിധികളെ കുറിച്ച് അതൊരു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളേ അല്ല, അത് നമ്മളൊരു വിഷയമല്ല. മറിച്ച് നമ്മളുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വിവാദമാകുന്നത്, ഇതെന്താണ് ഈ സംഭവം, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇതിന് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള രീതിയിൽ, ഇസ്ലാമോഫോബിയുടെ പ്രവർത്തനത്തിന്റെ രീതിയിൽ തന്നെ നമ്മളതിനെ പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അമ്പിയ നേരത്തെ പറഞ്ഞതുപോലെ 1968 CH കാലത്താണ് നമ്മൾക്ക് അറിയാവുന്നിടത്തോളം കാലം ആദ്യമായിട്ട് ഒരു വിവാദം ഇതായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആദ്യ വിവാദം നടക്കുന്നത് നമ്മുടെ ഒരു അറിവിൽ CH കാലത്താണ്. CH അതൊരു നിയമസഭയിൽ പോലും ഉണ്ടായൊരു വിവാദമാണ്. 68 അന്നത്തെ കലോത്സവം നടക്കുകയാണ്, യൂത്ത് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ CH നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം നിലവിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ CH പ്രത്യേകിച്ച് അദ്ദേഹം പല സമയങ്ങളിൽ നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട്, നിലവിളക്ക് കൊളുത്താത്ത സന്ദർഭമുണ്ട്. 2 സന്ദർഭങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സംഘാടകർ പറഞ്ഞു കൊളുത്തു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. മൂപ്പർക്ക് ദേഷ്യം വന്നു. അങ്ങനെ അത് അവിടെ വെച്ച് അവസാനിച്ചു. അതിനുശേഷം മണലൂർ MLA ആയിട്ടുള്ള ദേവസി അദ്ദേഹം ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളൂ, അത് ശരിയല്ലല്ലോ, ദേവസിക്കുട്ടി എന്ന് പറയുന്ന MLA പേര്. അദ്ദേഹം അത് മന്ത്രി കുറെ ഗോഷ്ഠിയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസത്തോടു കൂടി നിയമസഭയിൽ അത് ഉന്നയിക്കുകയും അദ്ദേഹം അതിന് മറുപടിയൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അന്നാണ് നമ്മളുടെ അറിവനുസരിച്ച് ഇതാദ്യമായിട്ട് നിലവിളക്ക് വിവാദമായിട്ട് വരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മിക്കവാറും ആൾക്കാർ ഈ വിവാദത്തിൽ CH ഒപ്പമാണ് നിന്നത്. അതായത് CH മേനോൻ പറഞ്ഞു ആ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഒരാളുടെ താല്പര്യമാണ്, കത്തിക്കേണ്ടവർക്ക് കത്തിക്കാണ്ടിരിക്കാം. ഇതാണ് അന്ന് CH പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിന് പിന്നീട് നമ്മൾ ഈ വിവാദം 93 നമ്മൾ ഈ വിവാദം കാണുന്നുണ്ട്. നേരത്തെ അബ്ദുൾ റബ്ബിന്റെ മുന്നും ഈ വിവാദം ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അന്ന് ആ വിവാദത്തിൽ ഉൾപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് യേശുദാസാണ് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞത് അത് പറ്റൂല, മറ്റേ ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി എന്തായാലും ഇത് കത്തിച്ചേ പറ്റൂ, സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് മൊബൈൽ കത്തിക്കാൻ ശ്രമിച്ചു. എന്തായാലും അന്ന് അദ്ദേഹം കത്തിച്ചില്ല. EMS പിന്തുണച്ചു. EMS പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ നിർബന്ധിക്കേണ്ട കാര്യം ആർക്കുമില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് വേണമെങ്കിൽ കത്തിക്കാം, വേണമെങ്കിൽ കത്തിക്കാതിരിക്കാം, അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ പറയുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരു പ്രമുഖമായ വിവാദം നടക്കുന്നത് 2015 അതാണ് അബ്ദുൾ റബ്ബുമായി ബന്ധപ്പെട്ടത്. PN പണിക്കർ അനുസ്മരണ ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ ഒരു വിവാദം ഉണ്ടാകുന്നത്. വിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ അബ്ദുൾ റബ്ബ് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അത് കേട്ട് മമ്മൂട്ടി എന്നുണ്ട്. ഇപ്പൊ യേശുദാസ് നേരത്തെ കുഞ്ഞാലിക്കുട്ടി പ്രശ്നത്തിൽ ഇടപെട്ട പോലെ തന്നെ മമ്മൂട്ടി പറഞ്ഞു ഞാൻ കൊളുത്താറുണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്ന് കൊളുത്തിയാണ്, ഞാൻ പള്ളിയിൽ പോണ ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ കൊളുത്തുന്നുണ്ട്, സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം അതിൽ കൊളുത്താൻ തയ്യാറായില്ല. DYFIക്കാർ ദേഷ്യം പിടിച്ചു. അതാണ് അമ്പിയ നേരത്തെ പറഞ്ഞത്, DYFIക്കാർ പ്രകടനം നടത്തി, വിളക്കേന്ത്യ പ്രകടനം, പതാകീയ പ്രകടനം എന്നൊക്കെ പറഞ്ഞ വിളക്കേന്ത്യ പ്രകടനം, നിലവിളക്ക് എടുത്തിട്ടുള്ള പ്രകടനം അതെ. ഇത് ജി സുധാകരൻ ഇതുപോലത്തെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജി സുധാകരൻ ഒരിക്കൽ ഈ ശ്രീനാരായണന്റെ നമുക്ക് ജാതിയില്ല എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഒരു പ്രയോഗമുണ്ട്. അതിന്റെ ഒരു 100ാം വാർഷികത്തിനെ സംബന്ധിച്ച് ആലപ്പുഴയിൽ പരിപാടി നടന്നു. ഈ ആലപ്പുഴ പരിപാടിയിൽ വെച്ചിട്ട് ജി സുധാകരൻ പറഞ്ഞു നിലവിളക്ക് കൊടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതോടുകൂടി BJPക്കാർ പ്രതിഷേധിച്ചു. തമാശ എന്താ വെച്ചാൽ പിണറായി വിജയൻ സുധാകരനോട് പറഞ്ഞു വിളക്ക് കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് പിണറായി വിജയൻ ചോദിച്ചു. അതായത് EMS അല്ലെങ്കിൽ CH മേനോൻ പറഞ്ഞിട്ട് നിലപാടായിരുന്നില്ല പിണറായി വിജയൻ അന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സുധാകരനോട് വിയോജിക്കുകയാണ് ചെയ്തത്. അതേസമയം ഇതേ പിണറായി വിജയൻ 2024 നമ്മളുടെ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത്, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പ്രാർത്ഥന ചൊല്ലിയത് സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ്. പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ വക പ്രാർത്ഥന ചൊല്ലൽ മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും പറ്റില്ല, ഇത് അങ്ങനെ ഉള്ള സ്ഥലമല്ല. ഇത് കണ്ടപ്പോൾ 2024 വിവാദമാണല്ലോ. 2015 അബ്ദുൾ റബ്ബ് പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കണോ ചോദിച്ചു പിണറായി വിജയൻ. ഇപ്പൊ പിണറായി വിജയൻ ഇഷ്ടമുണ്ടെങ്കിൽ കത്തിക്കാം, ഇല്ലേ ഞാൻ കത്തിക്കാതെ കത്തിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇപ്പൊ ഇങ്ങനെ കുറെ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവാദങ്ങളുടെ ഒരു ചരിത്രം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾ എന്തിനാണ്? ഇത് മുസ്ലിങ്ങളെ ഒരു നിരീക്ഷണം, ഇസ്ലാമോഫോബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ ഒരു നിരീക്ഷിക്കുന്നതിനുള്ള, അതായത് ഇസ്ലാമോഫോ അടിസ്ഥാനപരമായിട്ട് ഒരു നിരീക്ഷണ വ്യവസ്ഥയാണ്, വംശീയമായ നിരീക്ഷണ വ്യവസ്ഥയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ. മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ സ്വഭാവം, അവരെന്തൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു വംശീയ വ്യവസ്ഥയാണ് അടിസ്ഥാനപരമായും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്.
അത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ നിരീക്ഷണ വ്യവസ്ഥയിൽ മുസ്ലിങ്ങളെ കടത്തിവിടുന്നത്? മുസ്ലിങ്ങളെ നിരീക്ഷണ വ്യവസ്ഥയിൽ കടത്തിവിടുന്നത് അതുവഴി ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു, അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനുള്ള അവകാശം എനിക്കാണ്. ഒരു മുസ്ലിമായിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്തു, ആ കാര്യത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കാണ്. അത് കണ്ടിട്ട് അയാൾ നല്ല ആളാണോ മോശം ആളാണോ എന്ന് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പോ യോഗ ദിനത്തിന്റെ അന്ന് ഷൈലജ ടീച്ചർ എല്ലാവരും യോഗ ചെയ്യുന്ന സമയത്ത് അവർ യോഗ ചെയ്തില്ല. ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു അവർ ആ സമയത്ത് ആരോഗ്യമന്ത്രി, അവർ യോഗ ചെയ്തില്ല. അത് യോഗ ദിനം, കേന്ദ്ര ഗവൺമെന്റാണ് യോഗ ദിനമായിരുന്നത്. അപ്പോൾ അവര് യോഗ ചെയ്യാതിരുന്നു, അത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോ യോഗ ദിനത്തിൽ യോഗ ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചോ ഹിന്ദുക്കളെ ചെയ്യാൻ പാടുണ്ടോ മതമൗലികവാദിയാണെന്നുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ആരും ഉന്നയിക്കപ്പെട്ടില്ല. പക്ഷെ അവർ യോഗ ചെയ്തില്ല. അപ്പൊ അവരെ നിരീക്ഷിക്കാനും അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് ഭയങ്കരമായി ചർച്ച, വേറെ തരത്തിലാണ് ചർച്ചകൾ നടന്നത്. പക്ഷെ ഈ രീതിയിൽ മുസ്ലിങ്ങളെ ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ളൊരു കാര്യം അന്ന് ഉണ്ടായില്ല. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഏത് മുസ്ലിങ്ങളല്ലാത്ത മറ്റാളുകളുടെ വ്യക്തിപരമായ പല പ്രവൃത്തികളെയും ഈ രീതിയിൽ നല്ല നിരീക്ഷണത്തിന് വിധേയമാക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ഉടനടി അയാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കുന്നു. വേറൊരാൾ വേറൊരു കാര്യം ചെയ്യുന്നു മുസ്ലിമായിട്ട്, അയാളെ കുറിച്ച് നമുക്ക് വേറൊരു അഭിപ്രായം. അപ്പൊ നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം, കുഴപ്പമില്ലാത്ത മുസ്ലിം, തീവ്രവാദിയായിട്ടുള്ള മുസ്ലിങ്ങൾ, ഭീകരവാദിയായിട്ടുള്ള മുസ്ലിങ്ങൾ, സൗമ്യനായ മുസ്ലിം, നല്ല ഗുണങ്ങളുള്ള മുസ്ലിം, അങ്ങനെ പലതരത്തിലുള്ള മുസ്ലിങ്ങളെ തരംതിരിക്കാനായിട്ട് ഈ നിരീക്ഷണ വ്യവസ്ഥയ്ക്ക് കഴിയും. എന്തിനാണ് നിരീക്ഷണ വ്യവസ്ഥയുടെ ഉപയോഗം? അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാല് മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ അത് സാധ്യം. അതായത് ഇപ്പോ ഇത് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിലവിളക്ക് ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കത്തിച്ചു. അല്ല, ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കത്തിച്ചപ്പോ അതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ സമസ്തയാണ് അതിനെതിരെ. അപ്പൊ പ്രശ്നം എന്താ അറിയോ, എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ സമസ്തയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പോ ഒരു യോഗ ദിനത്തില് ശൈലജ ടീച്ചർ യോഗ ആചരിച്ചു എന്ന് വിചാരിക്കുക, അത് വിമർശിക്കാൻ അവകാശമില്ലേ? ഇപ്പൊ വന്ദേമാതരം ഇത് ചെയ്യുന്ന സമയത്ത് വന്ദേമാതരം ചൊല്ലിയ സമയത്ത് അത് പാടില്ലെന്ന് പറയാനുള്ള അവകാശം പലർക്കും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇസ്ലാമിക വ്യവസ്ഥയനുസരിച്ച് ഒരാൾക്കാർ പറയാനും പറയാതിരിക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല ഇവിടെ. ചില കാര്യങ്ങളിൽ ചില തെറ്റായ ചോദ്യങ്ങൾ ഉണ്ടാവും. നിലവിളക്കായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തുന്ന പല ചോദ്യങ്ങളും തെറ്റായ ചോദ്യങ്ങളാണ്. അതായത് എന്താണ് തെറ്റായ ചോദ്യം? നിലവിളക്ക് കത്തിക്കാൻ ഒരു മുസ്ലിം കത്തിക്കേണ്ടത്, ഇതൊന്നും ഒരു വിഷയമല്ല. വിഷയം എന്താണ്? എന്തുകൊണ്ടാണ് അത് കത്തിക്കുന്നതിനെ കുറിച്ച് ചർച്ച നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? അപ്പോൾ ഇതൊരു നിരീക്ഷണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ നമ്മൾക്ക് അവരുടെ പെരുമാറ്റങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും അവരെ ചിട്ടപ്പെടുത്താനും, അതായത് ആനകളൊക്കെ നമ്മൾ ചട്ടം പിടിപ്പിക്കുക, അതുപോലെ മുസ്ലിങ്ങളെ ചട്ടം പിടിപ്പിക്കാനുള്ള ചില ഉപാധികൾ മാത്രമാണ്. ഇനി നമ്മൾ വേറൊരു സിറ്റുവേഷൻ ആലോചിക്കുക. ഇപ്പോൾ ചില ആളുകൾ പറയും, ഒരു നിലവിളക്ക് ഒരാൾ കത്തിച്ചു, ഇനി ഒരാൾ കത്തിച്ചില്ലെങ്കിൽ എന്താ പറയുക? ഒരാൾ നിലവിളക്ക് കത്തിച്ചില്ലെങ്കിൽ അയാൾ പറയും അയാൾക്ക് കുറേ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ നമ്മൾ വിശദീകരിക്കും. അയാൾ കുഴപ്പക്കാരനാണ്, മതമൗലികവാദിയാണ്, ഭീകരവാദിയാണ്, സലഫിയാണ് എന്നൊക്കെ പല രീതിയിൽ അയാൾ വിശദീകരിക്കും നമ്മൾ. ഇനി അപ്പോൾ അതാണ് നമുക്ക് കത്തിക്കാതിരുന്നത്. ഇനി കത്തിച്ചില്ലെന്ന് വിചാരിക്കാം. കത്തിച്ചില്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ വേറൊരു കാര്യം പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഏഷ്യാനെറ്റിലൊരു ചർച്ച പറയാം. ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിന്റെ കവർ സ്റ്റോറിയില് ഒരു ചർച്ച നടന്നു. ചർച്ച എന്താണെന്ന് വെച്ചാൽ, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് നമുക്കറിയാം. മെയ് 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. അപ്പൊ സത്യപ്രതിജ്ഞ ചടങ്ങില് പലരും ദൈവനാമത്തിലും ഒക്കെ ഇത് ചെയ്ത ചിലർ ആദ്യമൊക്കെ അല്ലാഹുവിന്റെ നാമത്തിൽ നിന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ചില ആളുകൾ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് ഉപയോഗിക്കുന്ന പകരം ദൈവനാമത്തിൽ. എല്ലാവരും ദൈവനാമത്തിൽ. കഴിഞ്ഞ തദ്ദേശ വകുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പലതരം ദൈവങ്ങളുടെ പേരിലാണ് ആൾക്കാർ ചെയ്തത്. ചോറ്റാനിക്കര ഭഗവതി മുതൽ അവരുടെ പ്രാദേശിക ക്ഷേത്രങ്ങളുടെ പേരിൽ വരെ ആളുകൾ ചെയ്തു. അതൊക്കെ ഒരു തമാശ മട്ടിലാണ് ആളുകൾ എടുത്ത്, ചില ആരോഗ്യ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ അല്ലാഹുവിന്റെ നാമത്തിലല്ല, പകരം ദൈവനാമത്തിൽ പ്രതിജ്ഞ ചൊല്ലിയതിനെ കുറിച്ച് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് ഇസ്ലാമോഫോബിയുടെ കാലത്ത് അവർ ജാഗ്രത കാണിച്ചു. അതായത് മുസ്ലിങ്ങൾ അവരുടെ ഒരു അഭിപ്രായം തൊപ്പിയുടെ കാര്യം പറഞ്ഞു. അതായത് കുഞ്ഞാലിക്കുട്ടി തൊപ്പി വെക്കാതെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ആ ശീർഷകത്തിൽ കാണാൻ പറ്റില്ല. ശീർഷകം എന്താണെന്ന് വെച്ചാല് തൊപ്പി ഊരി ജാതി പറഞ്ഞ UDF എങ്ങോട്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഈ തൊപ്പി ഊരിയും ജാതി പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ തൊപ്പി ഊരി എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി തൊപ്പി ഊരി,
വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ അദ്ദേഹം തൊപ്പിയിട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. ഇപ്പൊ തൊപ്പിക്ക് വേറെ ചരിത്രമുണ്ട് കേട്ടോ. തൊപ്പിയൂരിക്കുക എന്ന് പറഞ്ഞത് CHI ബന്ധപ്പെട്ട ഒരു ചരിത്രമില്ല. അതൊക്കെ വെച്ചിട്ടാണ് ഈ തൊപ്പിയൂരി വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൊപ്പി എന്ന് പറയുന്നത് ഊരി വെക്കുന്നതോട് കൂടി അവർ മതേതരമായ ഒരു ജാഗ്രത, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയുടെ കാലത്ത് മതേതര ജാഗ്രത പുലർത്തുന്ന. അപ്പൊ നമ്മൾ നോക്കിയേ, ഒരാൾ തൊപ്പി അല്ലെങ്കിൽ ഒരാള് ഈ നേരത്തെ പറഞ്ഞതുപോലെ നിലവിളക്ക് കത്തിച്ചാൽ ഉടനടി അയാൾ മതേതരവാദിയാവുന്ന ഇസ്ലാമോഫോബിയുടെ കാലത്ത് കുഴപ്പമുള്ള മുസ്ലിങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് അവരുടെ ജാഗ്രതയുള്ള നല്ല മുസ്ലിങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കത്തിച്ചാലും കത്തിച്ചില്ലെങ്കിലും ഇതൊരു പ്രോബ്ലം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് റൻഷൻ നളിനി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐഡിയിൽ വളരെ റെലവൻ്റ് ആയ നിരവധി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അവരുടേത്. അവരെ അത് വളരെ വ്യക്തമായത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മള് നിലവിളക്കൊരാൾ കത്തിച്ചാലും നിലവിളക്കൊരാൾ കത്തിക്കാതിരുന്നാലും അയാൾ സ്ക്രൂട്ടിനിക്ക് വിധേയമാവും. അതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല. ഒരാൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു വ്യക്തിപരമായ ചോയ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഈ വ്യക്തിപരമായ ചോയ്സ് ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? അയാൾ സംഘർഷത്തിലാകുക ചെയ്യാം. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ഒരു ചോയ്സ് ഇല്ല. നിലവിളക്ക് കത്തിച്ചാൽ ഈ പറയുന്നത് പോലെ അയാളെ നല്ല മുസ്ലിമാക്കി മാറ്റും. നല്ല മുസ്ലിമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയുടെ ഒരു തന്ത്രങ്ങളിലൊന്നാണ്. നിലവിളക്ക് കത്തിച്ചില്ലെങ്കിലോ ആൾ മോശം മുസ്ലിമായിട്ട് മാറും. അപ്പൊ നല്ല മുസ്ലിം ആണെന്ന് നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമോഫോബിയുടെ ഒരു തന്ത്രമാണ്. മോശം മുസ്ലിമായി മാറുന്നത് ഇസ്ലാമോഫോബിയുടെ വേറൊരു തന്ത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വക പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതില് കത്തിച്ചത് നല്ലതോ കത്തിക്കാത്തത് മോശമാണ്, ഇസ്ലാമികമായി ശരിയാണോ ഇസ്ലാമികമായി തെറ്റാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്ന ആളുകൾക്ക് പറയാനുള്ള അവകാശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ അവകാശങ്ങളാണ്. അവരുടെ ദൈവശാസ്ത്രപരമായ ഒരു തെറ്റുണ്ടെങ്കിൽ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതൊക്കെ സാധാരണ ഇതിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിയല്ല, അത് കമ്മ്യൂണിസ്റ്റ് നിലപാടനുസരിച്ച് ശരിയല്ല എന്ന് പറയാറുണ്ടല്ലോ. ഈ താലി കെട്ടിയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പറയാൻ ശരിയല്ല. നടത്തിയത് അതുപോലെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഈ ഇപ്പൊ ജയരാജ് ഇവിടെ പോയി, അത് അമ്പലത്തിൽ പോയിട്ട് കുറെ ആളുകൾ വിവാദമാക്കി. ആള് അദ്ദേഹം അവിടെ പോയത് എന്തിനാന്ന് വെച്ചാൽ എന്തോ പഠനം നടത്താൻ വേണ്ടി പോയതാണ്. പക്ഷെ എന്തായാലും അതിലൊരു വിവാദം ഡെവലപ്പ് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് വംശീയതയുടെ പ്രത്യേകത. വംശീയത എല്ലാ സമയത്തും മുസ്ലിങ്ങളെ ഒരു പ്രത്യേക തരത്തിൽ ചാർട്ട് ചെയ്യാണ് ചെയ്യുക, പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തുകയാണ് ചെയ്യുക. കാരണം മുസ്ലിങ്ങൾക്ക് ഒരു വംശീയമായ രീതിയിലുള്ളൊരു പ്രതിനിധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വംശീയമായ പ്രതിദാനം എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതൊരു ഇപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യക്തിപരമായി അയാളൊരു വ്യക്തി എന്ന രീതിയിലൊരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു ഈഴവനാണ്, അല്ലെങ്കിൽ ഞാനൊരു ദളിതനാണ്, ഞാനൊരു പിന്നാക്കക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്, ഒരു എഞ്ചിനീയറാണ്, ഒരു അധ്യാപകനാണ്, മാധ്യമപ്രവർത്തകനാണ്, ഇങ്ങനെ പലതരം ഐഡന്റിറ്റികളുണ്ട്. ഈ ഐഡന്റിറ്റികളിൽ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾക്ക് സാധ്യമാണ്. അതായത് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് സാധ്യമാണ്. എന്നാൽ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് ഐഡന്റിറ്റി നമ്മൾ തിരഞ്ഞെടുക്കും എന്നുള്ളതൊക്കെ അതൊക്കെ അവർ തീരുമാനിക്കും. അത് ആ വ്യക്തിയുടെ തീരുമാനിക്കും, അവർ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ അത് വംശീയവൽക്കരണത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. ആ രീതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ വംശീയവൽക്കരിക്കപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. അതാണ് വംശീയവൽക്കരണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വംശീയവൽക്കരിക്കപ്പെട്ട ഒരു കാര്യമാണ് നിലവിളക്കിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അതൊരു നിരീക്ഷണ ഉപാധിയാണ്.